നമസ്കാരം, പ്രീമിയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മൾട്ടി ക്യാമറ എന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബീറ്റ് കട്ട് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഓഡിയോ ഞാൻ ഇവിടെ നിന്ന് കോപ്പിറൈറ്റ് അല്ലാത്തൊരു ഓഡിയോ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബീറ്റ് കട്ട് എന്താണ് എന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഓരോ മ്യൂസിക്കിനൊത്ത് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വിഷ്വലുകൾ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഓഡിയോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ഓഡിയോ എന്ത് ചെയ്യണം പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഓഡിയോ പ്ലേ ചെയ്ത സമയത്ത് നോക്കി ടിക് 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 നോക്കിയിട്ട് സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ കേൾക്കാൻ സാധിക്കും. ഒന്നും കൂടെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ടിക് 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 എന്തെങ്കിലും കേൾക്കുന്ന സ്ഥലത്ത് എന്താവണം, ഓട്ടോമാറ്റിക്കായിട്ട് എന്താവണം, ഓരോരോ വിഷ്വലുകൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് പോകണമെന്ന് വയ്ക്കുക. അതായത് ഇപ്പോൾ ടിക് ആദ്യത്തെ ടിക്കിൽ എന്താവണം ഒരു വിഷ്വൽ വരണം, രണ്ടാമത്തെ ടിക്കിൽ എന്ത് വരണം രണ്ടാമത്തെ വിഷ്വൽ വരണം, മൂന്നാമത്തെ ടിക്കിൽ എന്ത് വേണം മൂന്നാമത്തെ വിഷ്വൽ വരണം, നാലാമത്തെ ടിക്കിൽ എന്ത് വേണം നാലാമത്തെ വിഷ്വലുകൾ എന്ത് ചെയ്യണം അങ്ങനെ കവർ ചെയ്ത് പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നും ഔട്ടും സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം. അതിന് സീനില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ടും നല്ല രീതിയിൽ എന്താവും നമ്മുടെ സമയം പോവും. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, പ്രീമിയറിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ടിക്ക് വന്ന സമയത്ത് എന്ത് ചെയ്ത് വെക്കാം, നിങ്ങൾ കീബോർഡിൽ എന്ത് ചെയ്യുക, എം അടിച്ച് എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് പോയേക്കാം. അതായത് ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താവണം, ഓഡിയോ ഈ രീതിയിൽ സെലക്ട് ആയിരിക്കരുത്. ഈ രീതിയിൽ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ എം അടിക്കുന്ന സമയത്ത് അതെന്താവില്ല, വർക്കാവില്ല. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഓപ്ഷൻ എന്താവില്ല, വർക്കാവില്ല. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓഡിയോ സെലക്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ടൈം ലൈൻ്റെ ഈ ഒരു ഇതിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും ഓഡിയോ അൺസെലക്ട് ആയിക്കോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാണ്. അപ്പോൾ ആ ഒരു എം അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പ്ലേ ആക്കാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഇത്ര സ്ഥലത്ത് എന്ത് ചെയ്ത് പോയാൽ മതി, വിഷ്വലുകൾ കവർ ചെയ്ത് പോയാൽ മതി. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്ത് പോയാൽ മതി, വിഷ്വലുകൾ കവർ ചെയ്ത് പോയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു സ്ഥലത്താണോ വിഷ്വലുകൾ ചേഞ്ച് ആവേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ എം അടിച്ച് മാർക്ക് ചെയ്ത് പോയേക്കാം. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് ഒരു മാർക്ക് കൂടിപ്പോയി എന്ന് കരുതുക. അതായത് ഇപ്പോൾ ഈ മാർക്കിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുക. ഓക്കെ, നമുക്ക് മാർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, മാർക്കിൽ സെലക്ട് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് കൊടുത്തേക്കാം, നമുക്ക് ഇവിടുന്ന് ക്ലിയർ സെലക്റ്റഡ് മാർക്കർ എന്നിങ്ങനെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും ആ മാർക്കർ എന്താവും അവിടുന്ന് ക്ലിയർ ആയി പോയിക്കോളും. ഞാൻ കൺട്രോൾ ലിസ്റ്റിൻ്റെ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ബാക്കിലേക്ക് വരാം. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ക്ലിയർ ഓൾ മാർക്കേഴ്സ് എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് സെലക്ട് ചെയ്ത് എന്താവും, നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ മാർക്കേഴ്സ് എന്താവും ഓട്ടോമാറ്റിക്കായിട്ടും ക്ലിയർ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മാർക്കർ ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കില്ല, ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കില്ല. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യുക, കീബോർഡിൽ ഹോമിൽ പ്രസ് ചെയ്ത് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇതിലേക്ക് തന്നെ വന്നേക്കുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ടൈം ലൈൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. ടൈം ലൈൻ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ പറയുന്ന സമയത്ത് എന്താവുള്ളൂ, ഈ ഒരു പോർഷൻ തൊട്ടാണ് എന്താവുള്ളൂ ആ ക്ലിപ്പ് സ്റ്റാർട്ട് ആവുള്ളൂ. എന്ത് ചെയ്താൽ ഇവിടെ സ്റ്റാർട്ട് ആവില്ല, ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ആവില്ല. അതായത് ടൈം ലൈൻ എവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വിഷ്വലുകൾ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ആവേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, കീബോർഡിൽ ഹോം അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും ഇങ്ങോട്ട് വന്നോളും. അതുകൊണ്ട് നിങ്ങൾക്ക് നീക്കി വയ്ക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നീക്കി വയ്ക്കാം. ഇതിന് ശേഷം ഏതെല്ലാം വിഷ്വലുകളാണോ ആവശ്യം അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ഫയലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം ക്ലിപ്പുകളാണോ ആവശ്യം ആ ക്ലിപ്പുകൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ക്ലിപ്പുകൾ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ ക്ലിപ്പിൽ നിന്നും ഏതെല്ലാം പോർഷൻസ് ആണോ, അതായത് ഇപ്പോൾ ഇത്ര പോർഷൻ മുതൽ ഇത്ര പോർഷൻ വരെ ആ ഒരു ഇതുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലിപ്പിൻ്റെ ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, കീബോർഡിൽ ഇന്നും
ഔട്ടും അടിച്ച് എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്യണം. അതായത് ഐയും ഓയും എന്ത് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഇവിടെ തൊട്ടാണ് വേണ്ടതെന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സെലക്ട് ചെയ്തു ഐ അടിച്ചു എവിടം വരെയാണ് വേണ്ടത് അവിടെ എന്ത് ചെയ്യുക ഓ അടിച്ചേക്കുക മീൻസ് കണ്ടോ. അതായത് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു വീണ്ടും നീക്കി വെച്ചു അവിടെ നിന്ന് ഓ അടിച്ചു അപ്പോൾ ഇന്നും ഔട്ടോടെ സെറ്റായി. അടുത്ത ക്ലിപ്പിൽ നിന്നും ഞാനിപ്പോൾ ഇന്നടിച്ചു ഔട്ടടിച്ച് ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെല്ലാം ക്ലിപ്പിൽ നിന്നും ഏതെല്ലാം എത്രത്തോളം പോർഷൻസ് ആണോ വേണ്ടത് അതെന്ത് ചെയ്യുക നിങ്ങൾ ഇന്നും ഔട്ടും എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുത്തേക്കുക. ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇന്നും ഔട്ടും സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം ഇവിടുന്ന് മൗസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഓവർലൈറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഓട്ടോമാറ്റിക്കലി എന്താവും ഇവിടെ വിഷ്വലുകൾ ചേഞ്ച് ആയിക്കോളും. ഓക്കെ, എവിടെ എന്തോരമാണോ വേണ്ടത് എന്ന് എന്ത് ചെയ്യുക നിങ്ങൾ ഇന്നും ഔട്ടും എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി നമ്മൾ ഇന്നും ഔട്ടും സെറ്റ് ചെയ്ത് കൊടുത്ത വിഷ്വലുകൾ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഓരോ ക്ലിപ്പ് എന്ത് ചെയ്യാണ് ഈ രീതിയിൽ എന്ത് ചെയ്യാണ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ വിഷ്വലുകൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വിഷ്വലുകൾ എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് എന്താവണം ഈ മ്യൂസിക്കിനകത്ത് എന്താവണം വിഷ്വലുകൾ ഇവിടെ ചേഞ്ച് ആവണം. ഓക്കെ, ഡയറക്റ്റായിട്ട് വലിച്ചിട്ടാവില്ല. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ക്ലിപ്പ് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാം ഇവിടുന്ന് ഓട്ടോമാറ്റിക് ടു സീക്വൻസിങ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ക്ലിപ്പ് മെനുവിൽ ഓട്ടോമാറ്റിക് സീക്വൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക സെലക്ഷൻ ഓർഡർ ഉണ്ട്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഓർഡറിലാണോ പോകേണ്ടത് അതെന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ സെലക്ഷൻ ഓർഡർ കൊടുത്തേക്കാം. നമുക്ക് ഇവിടുന്ന് സോർട്ട് ഓർഡർ കൊടുക്കുന്ന സമയത്ത് എന്താവും ഓട്ടോമാറ്റിക്കലി എന്താവും ഈ രീതിയിലായിരിക്കും എന്താവുക ഇവിടുന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ രീതി കണ്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആ രീതിയിലായിരിക്കും എന്താവുക ക്ലിപ്പുകൾ ഇവിടെ സെറ്റ് ആവുക. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ സെറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിരുന്നു. ഓക്കെ, വീണ്ടും ക്ലിപ്പ് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സീക്വൻസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം സെലക്ഷൻ ഓർഡർ കൊടുക്കുക അൺഓഡിയോഡ് കൊടുത്തേക്കുക. ഇവിടുന്ന് ഇഗ്നോർ ഓഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇഗ്നോർ ഓഡിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടു ചില ക്ലിപ്പുകളിൽ അതായത് ഇപ്പോൾ ചില ക്ലിപ്സിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഓഡിയോസ് ഉണ്ടാവും. ഇത് ഓഡിയോ ഉണ്ട് ഈ ക്ലിപ്പിൽ, അതേപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിൽ ഓഡിയോ ഉണ്ട്, ഈ ഒരു ക്ലിപ്പിൽ ഓഡിയോ ഉണ്ട്. എനിക്ക് എന്ത് ചെയ്താൽ മതി ഈ ക്ലിപ്പുകളുടെ ഓഡിയോ എനിക്കിവിടെ പ്രസൻറ്റ് ചെയ്യേണ്ട. ഓക്കെ, ക്ലിപ്പുകളുടെ ഓഡിയോ എനിക്കിവിടെ കേൾക്കണ്ട. അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി ക്ലിപ്പ് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക് സീക്വൻസിൽ എന്ത് ചെയ്യാം ഇഗ്നോർ ഓഡിയോ കൊടുത്തേക്കുക. ഓൾറെഡി ഈ ക്ലിപ്പുകളുടെ ഓഡിയോ ഉണ്ട്, എനിക്ക് ഈ ക്ലിപ്പുകളുടെ ഓഡിയോ വേണ്ട. നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഓഡിയോ കേട്ടാൽ മതി. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത് ഞാൻ ഇഗ്നോർ ഓഡിയോ കൊടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇഗ്നോർ ഓഡിയോ കൊടുക്കണമെങ്കിൽ കൊടുക്കണ്ട, ഇഗ്നോർ ഓഡിയോ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യുക ഓക്കെ പ്രസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഒരു ക്ലിപ്പാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ക്ലിപ്പ് മാത്രം അവിടെ ഷോ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമുള്ള ക്ലിപ്പുകൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിപ്പ് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സീക്വൻസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കി എല്ലാ ക്ലിപ്പുകളും കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ടുണ്ട് ഇവിടെ വരെയും കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ടുണ്ട് ഇവിടെ സീക്വൻസ് മെനുവിലേക്ക് അതായത് സീക്വൻസ് വിൻഡോയിലേക്ക് എന്താ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. കണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി ആ ഒരു വിഷ്വൽസിനകത്ത് എന്താവും ആ ഒരു മ്യൂസിക്കിനകത്ത് എന്താവും ഈ ഒരു ഓപ്ഷൻ എന്താവും ഇവിടെ വർക്കാവും. ചില ക്ലിപ്പുകളുടെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ഔട്ടും സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇത്തരം പോർഷൻസാണ് എന്തായുള്ളൂ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഭാഗം കട്ടായി പോയത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി ആ ക്ലിപ്പിൽ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്യാപ്പ് അവിടെ എന്തായിക്കോളും അവിടെ ഫില്ലായിക്കോളും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇവിടുന്ന് വിഷ്വലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വിഷ്വലുകൾ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് കൂടി പോയി, അതുകൊണ്ടാട്ടോ. ഓക്കെ, നമുക്ക് എന്തോരം വിഷ്വൽസാണ് ആവശ്യം അത്രയും വിഷ്വൽസ് എന്ത് ചെയ്ത് കൊടുത്തേക്കാം ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് ശേഷം ഇവിടെ നോക്കിയാൽ ചില ക്ലിപ്പുകൾക്ക് ഒരു സ്കെയിലിൻ്റെ ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണം എല്ലാ ക്ലിപ്പിലും വന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോ ക്ലിപ്പിലും എന്ത് ചെയ്യുക നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിൽ എന്ത് ചെയ്യുക ഇവിടുന്ന് കൂട്ടി കൊടുത്തേക്കാം.
ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വന്നു, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മ്യൂസിക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ വെഡ്ഡിങ് വീഡിയോസിൽ നമ്മൾ ഈ ഒരു പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രാവൽ വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കൂടുതൽ മോസ്റ്റ്ലി യൂസ് ചെയ്യാനുള്ള 2 കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ ഈ സംഭവം യൂസ് ചെയ്യാം. എൻ്റെ ഒരു ഇതിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒന്ന് ട്രാവൽ വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതായത് ചില വിഷ്വലുകൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെഡ്ഡിങ് വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ബീറ്റ് കട്ട് പ്രീമിയറിൽ യൂസ് ചെയ്യുന്ന വിധം. ഇങ്ങനെയാണ് പ്രീമിയറിലെ ബീറ്റ് കട്ട് എന്നൊരു ഓപ്ഷൻ എന്ത് ചെയ്യാം, പ്രീമിയറിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മനസ്സിലായെന്ന് കരുതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ കാണാനായിട്ട് മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ബൈ.